നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നഗരസഭയിലെ പദ്ധതി തിരിമറിയെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളവും രൂക്ഷമായ വാക്കേറ്റവും. മറ്റു വാർഡുകളിലെ ഫണ്ട് മുൻ ചെയർമാൻ സ്വന്തം വാർഡിലേക്ക് മാറ്റിയത് കൊള്ളയെന്ന് ഇടത് അംഗങ്ങളും ബി.ജെ.പിയും. പദ്ധതികൾ മാറ്റിയത് കൗൺസിൽ അംഗീകാരത്തോടെയെന്ന് മുൻ ചെയർമാൻ. തിരിമറി നടത്തിയ പദ്ധതികൾ പുനഃപരിശോധിക്കുമെന്ന് സെക്രട്ടറി. വിഷയമുന്നയിച്ച CPM മാർച്ച്. ഒറ്റപ്പാലം നഗരസഭയിൽ സർക്കാർ ഉത്തരവുകളും മുനിസിപ്പൽ ചട്ടങ്ങളും ലംഘിച്ച് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതായി UDF കൗൺസിലർമാർ. സാമ്പത്തിക സ്രോതസ് വ്യക്തമാക്കാതെയുള്ള പദ്ധതികൾ നഗരസഭയുടെ സാമ്പത്തിക നില തകർക്കുമെന്നും നേതാക്കൾ. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സ്വർണ്ണ തട്ടിപ്പ്. സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി BJP. സെക്രട്ടറിയുടെ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വ്യാജമെന്ന് ആരോപണം. സ്വർണ്ണ തട്ടിപ്പിൽ സഹകരണ വകുപ്പിന്റെ അന്വേഷണം വേണമെന്നും BJP നേതാക്കൾ. അങ്ങാടിപ്പുറത്ത് സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ച യുവാവ് അറസ്റ്റിൽ. വലമ്പൂർ സ്വദേശി പുലാക്കൽ മുഹമ്മദ് നിഷാദാണ് അറസ്റ്റിലായത്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് നിഷാദിനെ പോലീസ് പിടികൂടിയത്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി വൈസ് പ്രസിഡന്റ് ഗുണ്ടായിസം കളിക്കുകയാണെന്ന് ഇടത് അംഗങ്ങൾ. പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത 4 അജണ്ടകളിലും ഇടത് അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയെന്ന ഭരണപക്ഷാരോപണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന് നേതാക്കൾ. പട്ടാമ്പിയിൽ കവിതോത്സവം. കവിതയുടെ കാർണിവൽ 9ാം പതിപ്പിന് ഗവൺമെന്റ് കോളേജിൽ തുടക്കമായി. പട്ടാമ്പിയിൽ ആർട്ട് ഗാലറി സ്ഥാപിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് നഗരസഭയിലെ പദ്ധതി തിരിമറിയെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ രൂക്ഷമായ വാക്കേറ്റം. ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ ഡയസിനടുത്തെത്തി നേർക്കുനേർ പോർവിളി മുഴക്കി. മറ്റു വാർഡുകളിലെ ഫണ്ട് മുൻ നഗരസഭാ അധ്യക്ഷൻ സ്വന്തം വാർഡിലേക്ക് മാറ്റിയത് കൊള്ളയാണെന്ന് ഇടതംഗങ്ങളും BJPയും. പദ്ധതികൾ മാറ്റിയത് കൗൺസിലിന്റെ അംഗീകാരത്തോടെയെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ. തിരിമറി നടത്തിയ പദ്ധതികൾ പുനഃപരിശോധിക്കുമെന്ന് സെക്രട്ടറി M. സതീഷ് കുമാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം നടപ്പാക്കാൻ കഴിയാതിരുന്ന പദ്ധതികൾ മുൻ നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീറിന്റെ വാർഡായ പെരുമ്പടാരിയിലേക്കും അദ്ദേഹത്തിന്റെ മുൻ ഡ്രൈവറും കൗൺസിലറുമായ K. ഷൗക്കത്തിന്റെ വാർഡായ നെല്ലിപ്പുഴയിലേക്കും മാറ്റിയതാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ചോദ്യം ചെയ്തത്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട അജണ്ട ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചത്. എന്നാൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ പദ്ധതി തിരിമറി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP അംഗം അഡ്വക്കേറ്റ് PM ജയകുമാറാണ് വിഷയം ഉന്നയിച്ചത്. അജണ്ടയിലുള്ള വിഷയം മാത്രമേ ചർച്ച ചെയ്യുകയുള്ളൂ എന്നും ഇത് സംബന്ധിച്ച പരാതി ഇന്നാണ് ലഭിച്ചതെന്നും പിന്നീട് ചർച്ച ചെയ്യാമെന്നും നഗരസഭാ ഉപാധ്യക്ഷൻ K. ബാലകൃഷ്ണൻ പറഞ്ഞതോടെ CPM അംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തി. CPM BJP അംഗങ്ങൾക്ക് പ്രതിരോധം തീർത്ത് UDF അംഗങ്ങളും ഡയസിനു മുൻപിലെത്തി പോർവിളി മുഴക്കി. 10 മിനിറ്റ് രൂക്ഷമായ ബഹളം അരങ്ങേറി. ഈ വിഷയം സപ്ലിമെന്ററി അജണ്ടയായി വെച്ചിട്ടുണ്ടെന്നും വിഷയം ചർച്ച ചെയ്യാമെന്നും സെക്രട്ടറി M. സതീഷ് കുമാർ അറിയിച്ചതോടെയാണ് ബഹളം അവസാനിച്ചത്. വിവിധ വാർഡുകളിലെ പദ്ധതികൾ കൗൺസിൽ അറിയാതെ 2 വാർഡുകളിലേക്ക് മാറ്റിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ജയകുമാർ ചോദിച്ചു. ഏതെങ്കിലും കൗൺസിലർമാർ അറിഞ്ഞിട്ടുണ്ടോ? കൗൺസിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇത് കവർച്ചയാണ്. കൗൺസിൽ യോഗത്തിൽ ക്ഷമാപണം നടത്തണമെന്നും ജയകുമാർ പറഞ്ഞു. ലഭ്യമാകാത്ത കാരണത്താൽ എന്ന് പറഞ്ഞിട്ടാണ് ഇത് മുഴുവൻ ചെയ്തിട്ടുള്ളത്. ആ പറഞ്ഞ ഏതെങ്കിലും കൗൺസിലർ ഇവിടെ വിവരം അറിയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കൗൺസിൽ യോഗത്തിൽ ഈ TS കിട്ടാത്ത പദ്ധതികൾ ഉണ്ട് എന്നുള്ളത് ഈ സഭയിൽ വെച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ ആരാണ് ഇത് തീരുമാനിക്കുന്നത് മാറ്റാൻ? അങ്ങനെ ഒരു അധികാരം ഇവിടെ ഇല്ല. അത് അധികാരമുള്ള വേദിയാണ് കൗൺസിൽ. നമുക്ക് നമ്മുടെ ആത്മാഭിമാനം ഉണ്ടാവണം. കൗൺസിലാണ് തീരുമാനിക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ അനുവാദമില്ലാതെ എടുത്തുകൊണ്ടുവന്ന ഒരു പേര് പറയും. ആ ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്.
എന്റെ അനുവാദമില്ലാതെ എന്റെ വാർഡിൽ നിന്ന് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ എന്റെ ജനങ്ങളുടെ പൈസയാണ് ഈ കൊണ്ടുപോകുന്നത്. അത് ഈ ജനങ്ങൾ മുഴുവൻ തന്ന സംഖ്യയാണ്, അല്ലാതെ നമ്മളാരും നമ്മളെ വീട്ടിലത്തെ മുതലല്ല. അതുകൊണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ അനുവാദമില്ലാതെ കവർച്ച ചെയ്ത് കൊണ്ടുപോകുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. അത് നമ്മൾ സത്യം പറഞ്ഞാൽ ക്ഷമാപണം പറയണം. ഈ കൗൺസിൽ ഒരു നിലയ്ക്കും ഒരു കൗൺസിലും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ TS ലഭ്യമാകാത്ത സംഗതി എന്ത് കാരണമാണെന്ന് ആദ്യം അറിയിക്കണം. അതത് വാർഡ് കൗൺസിലർമാർ പോലും അറിയാതെ തുക 2 വാർഡുകളിലേക്ക് മാത്രമായി മാറ്റിയത് കൊള്ളയാണെന്ന് CPM പാർലമെന്ററി പാർട്ടി നേതാവ് S. അജയ്കുമാർ പറഞ്ഞു. തിരിമറി നടത്തിയ പദ്ധതികൾ റദ്ദാക്കണം, പദ്ധതികൾ നഷ്ടപ്പെട്ട വാർഡുകളിലേക്ക് നൽകണമെന്നും അജയ്കുമാർ പറഞ്ഞു. അന്ന് പറഞ്ഞത് ഏതാനും MLA ചില ഫണ്ടുകളുണ്ട്, അതാ അപ്പോൾ ഞങ്ങൾ എടുത്തു ചോദിച്ചു, ഏതെങ്കിലും വാർഡിലെ സംഖ്യ നഷ്ടപ്പെടുമോ? നിലവിലുള്ള ഏതെങ്കിലും അതിന്റെ വികസനത്തെ ബാധിക്കുക വെച്ചപ്പോൾ ഒരിക്കലും നഷ്ടപ്പെടില്ല, അതാത് വാർഡിലുള്ള പൈസ അവിടെ കിട്ടുന്ന പറഞ്ഞത്. അതിനുശേഷം DPC അംഗീകാരം കഴിഞ്ഞ് വന്നപ്പം ഇത് ഏതൊക്കെ വാർഡിലെ പൈസ കിട്ടിയത്, ഏതെല്ലാം വാർഡ് മാറ്റി, ആ വാർഡ് മാറ്റിയപ്പം ആ വാർഡിന്റെ കൗൺസിലർമാർ അംഗീകാരമുണ്ടോ? അതിന് കൗൺസിലർമാർ അംഗീകരിച്ചിട്ട് ആ നാട്ടിലെ ജനങ്ങൾ അംഗീകാരമുണ്ടോ? ചില കൗൺസിലർമാർ അവിടെ ഫണ്ട് കൊടുത്തിട്ടുണ്ടാവും, ദാനം കൊടുത്തു കാണും ചിലപ്പം. പക്ഷെ ആ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസപ്രകാരമല്ല ചെയ്തത്. ആ മെമ്പറെ അല്ലെ കൗൺസിലറെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ കഴിയില്ലത്. ആ നാട്ടിലെ ജനങ്ങളെ എത്തുന്നിട്ടല്ലോ ചെയ്തത്. ആ നിലയ്ക്ക് ഈ 30 വാർഡുകൾക്ക് അർഹതപ്പെട്ട ഫണ്ട് ഏതെല്ലാം ഫണ്ട് റോഡ് നിന്ന് മാറ്റിച്ചാൽ അത്തരം പദ്ധതികൾ ആ വാർഡിൽ തന്നെ മറ്റൊരു പദ്ധതി കണ്ടെത്തിയിട്ട് രൂപീകരിക്കാനുള്ള ശ്രമം നടത്തണം. നിലവിലുള്ള ഇത് കൗൺസിൽ അംഗീകരിക്കാത്തതാണ്. കൗൺസിൽ ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. TS ലഭിക്കാത്ത പദ്ധതികളാണ് മാറ്റിയതെന്നും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കാതിരിക്കാനാണ് പദ്ധതികളിൽ ഭേദഗതി വരുത്തിയതെന്നും സ്ഥിരം സമിതി അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞു. പദ്ധതികൾ മാറ്റിയതിന് കൗൺസിലിന്റെ തീരുമാനമുണ്ട്. പെരുമ്പടാരിയിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് തുക വകയിരുത്തിയതെന്നും ബഷീർ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയുടെ ഓരോ വർഷത്തെയും പദ്ധതിയിൽ ഭീമമായ കുറവ് വന്നിട്ടുണ്ട്. കാരണം ഈ സ്പിൽ ഓവർ വർക്കുകൾ TS കിട്ടാത്തതുണ്ട്, കാഞ്ഞിരപ്പുഴ ഇറിഗേഷന്റെ കനാൽ റോഡ് വർക്കുകളുണ്ട്, അതിന്റെ NOC കിട്ടാത്തതുണ്ട്. അതുപോലെ തന്നെ പല സാങ്കേതിക തടസ്സങ്ങൾ മൂലം കൗൺസിലർമാർ ഫണ്ട് വെക്കും, പക്ഷേ അതിന്റെ TS കിട്ടാത്ത പ്രയാസം കാരണം ഓരോ വർഷവും മണ്ണാർക്കാട് നഗരസഭയുടെ അത് കഴിഞ്ഞ ഭരണസമിതിയിൽ ഇത് ചർച്ച വന്നപ്പോൾ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ അതാത് കൗൺസിലർമാർ ഈ വർഷമെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നീട്ടിക്കൊടുത്തു. പക്ഷേ പുതിയൊരു ഭരണസമിതി വന്നപ്പോൾ ആ ഭരണസമിതിയുടെ കാഴ്ചപ്പാടിൽ അജണ്ട വെച്ചുകൊണ്ട് നിലവിൽ TS കിട്ടാത്തതും വർഷങ്ങളായി സ്പിൽ ഓവർ കയറി വരുന്നതുമായ പദ്ധതികൾ മാറ്റിവെച്ചുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൗൺസിൽ തീരുമാനപ്രകാരമാണ്. പല വാർഡുകളിലും 2 വാർഡിലേക്ക് അത് കൊണ്ടുപോയി എന്നുള്ളതാണ് വലിയൊരു വിവാദം. അങ്ങനെ ഒരു വാർഡിലേക്കൊന്നുമല്ല, 28ാം വാർഡിന്റെ കൗൺസിലറോട് ഇരിക്കുന്നുണ്ട്. അമ്പലവട്ട പോത്തോപ്പിക്കാവ് റോഡ് വളരെ വർഷങ്ങളായി ആളുകൾ ആവശ്യപ്പെട്ടിരുന്ന റോഡാണ്. അപ്പൊ ഇത്തരം അതേപോലെ തന്നെ തിട്ടുമ്മൽ റോഡ് 10 വർഷമായിട്ട് ആ വലിയ വിവാദം, ജനങ്ങൾക്ക് അത്രയും കുടുംബങ്ങളോട് താമസിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ ഭരണസമിതി ഒരു തീരുമാനമെടുത്തത് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത് വാർഡുകളിലേക്ക് നാട്ടിലെ വികസനത്തിന് വേണ്ടിയാണ്. ഭേദഗതി വരുത്തിയ പദ്ധതികളുടെ ലിസ്റ്റ് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ വെക്കാതിരുന്നത് തന്റെ വീഴ്ചയാണെന്നും ഭേദഗതി കൗൺസിൽ അറിയണമെന്നും സെക്രട്ടറി M. സതീഷ് കുമാർ പറഞ്ഞു. തിരിമറി നടത്തിയതായി പറയുന്ന പദ്ധതികൾ പുനഃപരിശോധിച്ച് ആവശ്യമായ ഭേദഗതി വരുത്തും. ഭേദഗതി കൗൺസിൽ എതിർത്താൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുമെന്നും സെക്രട്ടറി പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയിലെ വാർഷിക പദ്ധതി തിരിമറിക്കെതിരെ CPM മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. കൗൺസിലർമാരെ വിഡ്ഢികളാക്കി നടത്തുന്ന ഫണ്ട് തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ലോക്കൽ സെക്രട്ടറി K. മൻസൂർ പറഞ്ഞു. വിവിധ വാർഡുകളിലേക്ക് അനുവദിച്ച 85 ലക്ഷം രൂപയുടെ വാർഷിക പദ്ധതികളിൽ ഭൂരിഭാഗവും മുൻ നഗരസഭാധ്യക്ഷനും നിലവിൽ സ്ഥിരം സമിതി അധ്യക്ഷനുമായ C. മുഹമ്മദ് ബഷീറിന്റെയും അദ്ദേഹത്തിന്റെ മുൻ ഡ്രൈവറും നിലവിൽ കൗൺസിലറുമായ K. ഷൗക്കത്തിന്റെയും വാർഡിലേക്ക് മാറ്റിയിരുന്നു. ഇതിനെതിരെയാണ് CPM മാർച്ച് നടത്തിയത്. വൻ സാമ്പത്തിക കൊള്ള ലക്ഷ്യം വെച്ചാണ് കൗൺസിലർമാരെ വിഡ്ഢികളാക്കി പദ്ധതികളിൽ തിരിമറി നടത്തിയതെന്ന് ഉദ്ഘാടനം ചെയ്ത ലോക്കൽ സെക്രട്ടറി K. മൻസൂർ പറഞ്ഞു. ഒഴുക്കിയ ഫണ്ട് തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം. മുൻ അധ്യക്ഷന്റെ തറവാട്ട് സ്വത്തല്ല തിരിമറി നടത്താനെന്നും K. മൻസൂർ പറഞ്ഞു. മാസങ്ങളായിട്ടേ ഉള്ളൂ, അതിനു മുമ്പ് വലിയ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞതാണ്. എങ്ങനെയാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്നത്? ഒരു മാസമായിട്ടുള്ള പുതിയ ഭരണസമിതി
വന്നിട്ട്. ആ വന്നതിന് ശേഷം ഇവിടുത്തെ 30 കൗൺസിലർമാരെയും നോക്കുകുത്തിയാക്കി അയാളുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയിലെ 30 കൗൺസിലർമാരും ഇരിക്കുന്ന യോഗത്തിൽ എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കുകയും ആ അട്ടിമറിക്ക് പുറമെ എൻ്റെ വാർഡിലും എൻ്റെ പ്രിയപ്പെട്ടവനായ 5 കൊല്ലം ഈ മുനിസിപ്പാലിറ്റിയിലെ തമ്മാടിത്തരങ്ങൾക്കെല്ലാം കൂട്ടുനിന്നുകൊണ്ട് അയാളുടെ ഡ്രൈവറായി നിന്നിരുന്ന 14-ാം വാർഡിൽ മത്സരിച്ച ഷൗക്കത്തിൻ്റെയും വാർഡിലേക്കാണ് ഈ കൗൺസിലർമാരുടെ വിവിധ വാർഡുകളിൽ വെച്ച പദ്ധതികളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അവസാനം DPCയിലേക്ക് പോയപ്പോൾ വന്നപ്പോൾ 47 ലക്ഷം രൂപ 29-ാം വാർഡിലും 14 ലക്ഷം രൂപ നെല്ലിപ്പുഴ വാർഡിലേക്കും മാത്രം വെച്ചുകൊണ്ട് ഈ പദ്ധതി വലിയ തോതിലുള്ള ഒരു കച്ചവടത്തിന് മുന്നിലുകയാണ്. മണ്ണാർക്കാടിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും ഏതെങ്കിലും ഒരു വാർഡിന്റെ വികസനം ഗുരുതര കൃത്യവിലോപമാണെന്ന് പാർലമെന്ററി പാർട്ടി നേതാവ് S. അജയകുമാർ പറഞ്ഞു. പ്രതിപക്ഷം എന്ന രൂപത്തിലല്ല ഞങ്ങൾ പെരുമാറിയത്. ഞങ്ങൾ മണ്ണാർക്കാടിന്റെ സമഗ്രമായ വികസനത്തിന് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് സഹകരിക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. എന്നാൽ മണ്ണാർക്കാട്ടെ ഈ മുസ്ലിം ലീഗിന്റെ ഭരണകൂടം സങ്കുചിതമായ രാഷ്ട്രീയത്തിന് വേണ്ടി വികസനത്തെ ഉപയോഗിച്ചാൽ ആ വികസനത്തെ ഞങ്ങൾ എതിർക്കും. സമഗ്രമായ വികസനമായിരിക്കണം, സന്തുലിതമായിരിക്കണം വികസനം. ഏതെങ്കിലും വാർഡിന്റെ ഏതെങ്കിലും പ്രദേശത്തിന്റെ മാത്രം വികസനമല്ല വികസനം എന്ന് പറയുന്നത്. അന്നത്തെ ഒരു അജണ്ടയിൽ ഒന്നായിരുന്നു ഈ രൂപത്തിൽ നിലവിൽ 2025-26 സാമ്പത്തിക വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞ വർഷം ഇതുപോലെ ഗ്രാമസഭകൾ തീരുമാനിച്ച് വികസന നിധി അംഗീകരിച്ച് DPC അംഗീകരിച്ച പദ്ധതികൾ 25-26 മാർച്ച് മാസത്തോടുകൂടി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. സമയമെടുത്ത് പദ്ധതികൾ വിഭാവനം ചെയ്യാമെന്നിരിക്കെ ഇരുട്ടിന്റെ മറവിൽ ഫണ്ട് വകമാറ്റിയത് അഴിമതിയാണെന്ന് P. ഹസൻ മുഹമ്മദ് പറഞ്ഞു. പുതിയ പദ്ധതികൾ രൂപം നൽകിയത് ഏകദേശം 1 കോടിയോളം രൂപ വരും. ഈ 1 കോടിയോളം രൂപയും 2 വാർഡുകളിലേക്കായി വീതം വെച്ച് നൽകിയിരിക്കുകയാണ്. അതില് ഒരു വാർഡ് എന്ന് പറയുന്നത് പഴയ ചെയർമാനും ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ C. മുഹമ്മദ് ബഷീറിന്റെ വാർഡിലേക്കും മറ്റൊരു തുക അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്ന 14-ാം വാർഡ് കൗൺസിലറിന്റെ വാർഡിലേക്കും വീതം വെച്ച് നൽകിയിരിക്കുകയാണ്. ഇത് എന്ത് ആണ് വസ്തുത ഇത് തെളിയിക്കുന്നത് എന്ന് നിങ്ങൾ എല്ലാവരും ബോധ്യപ്പെടേണ്ടതാണ്. കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ നൽകിയ കാശുകളിൽ പരമാവധി പ്ലാൻ ഫണ്ട് ആകെ ഒരു 50,000 രൂപയുള്ളൂ ഏതോ ഒരു പ്രോജക്റ്റിൻ്റെ മാറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാ കാശുകളും ഓൺ ഫണ്ടിലെ കാശാണ്. ഈ പദ്ധതി കാശുകൾ ഇപ്പൊ തീർന്നു പോയില്ലെങ്കിൽ ചെലവാക്കിയില്ലെങ്കിൽ അതൊന്നും മലയൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. വളരെ ശാന്തമായി ചർച്ച ചെയ്ത് കൗൺസിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികൾ ഒരു ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് ഈ 2 പേർക്കും വേണ്ടി വീതം വെച്ചു കൊടുക്കാൻ ഈ നഗരസഭയിലെ ജീവനക്കാരും ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറി അടക്കം ഒത്താശ ചെയ്തുകൊണ്ടാണ് ഈ നടപടിയിലേക്ക് നീങ്ങിയത്. ഇന്ന് ആ പദ്ധതികൾക്ക് DPC വളരെ രഹസ്യമായി DPCക്ക് 30-31 തീയതികളായി DPCയിലെത്തിച്ച് DPCയുടെ അംഗീകാരവും വാങ്ങി വെച്ചിരിക്കുകയാണ്. ഈ പദ്ധതി നടപ്പിലാക്കുമോ എന്നുള്ളത് ഞങ്ങൾക്കൊന്ന് കണ്ടറിയേണ്ടതുണ്ട്. മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം E. ബഷീർ, ഹരിലാൽ, ഇബ്രാഹിം, ഇടതുപക്ഷ കൗൺസിലർമാർ, പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒറ്റപ്പാലം നഗരസഭയിൽ സർക്കാർ ഉത്തരവുകളും മുനിസിപ്പൽ ചട്ടങ്ങളും ലംഘിച്ച് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതായി UDF ആരോപണം. സാമ്പത്തിക സ്രോതസ് വ്യക്തമാക്കാതെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് നഗരസഭയുടെ സാമ്പത്തിക നില തകർക്കുമെന്നും വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുമെന്നും UDF കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ അജണ്ടയിലെ പദ്ധതികൾ ഭേദഗതി ചെയ്യുമ്പോൾ അവയ്ക്കുള്ള ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുന്നു എന്ന് വ്യക്തമാക്കണമെന്ന കർശനമായ നിയമം ഭരണസമിതി കാറ്റിൽ പറത്തിയിരിക്കുകയാണെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. 87 പ്രോജക്റ്റുകളുടെ ഭേദഗതിയും പുതുതായി ഏറ്റെടുക്കേണ്ട 6 പ്രോജക്റ്റുകളുമാണ് കൗൺസിൽ പരിഗണിച്ചത്. ഇതിൽ 63 പ്രോജക്റ്റുകൾക്കായി 3.75 കോടിയിലധികം രൂപയും പുതിയ പ്രോജക്റ്റുകൾക്കായി 76 ലക്ഷത്തോളം രൂപയും ഉൾപ്പെടെ ആകെ 4.51 കോടിയിലധികം രൂപ അധികമായി കണ്ടെത്തേണ്ടതുണ്ട്. ഇത്രയും വലിയ തുക എവിടെ നിന്ന് സമാഹരിക്കുമെന്ന് വ്യക്തമാക്കാതെ മുന്നോട്ടു പോകുന്നത് ദുരൂഹമാണെന്നും UDF കൗൺസിലർമാർ ആരോപിച്ചു. വികസനവും സാമ്പത്തിക സ്രോതസ്സും തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തുടർന്ന് വന്ന ഭരണസമിതിയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വാർഷിക പദ്ധതിയുടെ ഭേദഗതി പ്രൊജക്റ്റാണ് കൗൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചത്.
ഞങ്ങൾ കൃത്യമായി പറഞ്ഞത് വാർഷിക പദ്ധതി കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കണമെന്ന് ഈ പദ്ധതിയുടെ ഈ കൗൺസിലിന്റെ ആരംഭം മുതൽ പറയാൻ തുടങ്ങിയതാണ്. ഇത് വെക്കാതിരിക്കുന്ന ദുരൂഹതയുണ്ട്. ഇത് വെക്കാതിരിക്കുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് ഞങ്ങൾ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇന്നലെ വെച്ച പ്രൊജക്റ്റുകളിൽ 63 ഭേദഗതി പ്രൊജക്റ്റും 6 പുതിയ പ്രോജക്റ്റും ഉൾപ്പെടെ 69 പ്രോജക്റ്റുകളാണ് ആകെ വെച്ചിട്ടുള്ളത്. ഇതിന് 5 കോടി രൂപയോളം വകയിരുത്തണം. ഈ 5 കോടി രൂപയുടെ സ്രോതസ് എവിടെയാണെന്ന് അജണ്ടയിൽ പറയണം, അല്ലെങ്കിൽ അനുബന്ധ കുറിപ്പിൽ പറയണം. ഇതൊന്നും പറയാതെയാണ് അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത്. ഇന്നലെ കൗൺസിൽ ചേർന്നപ്പോൾ അജണ്ട കിട്ടും. ഒരു അടിയന്തര കൗൺസിൽ യോഗം ഇന്നലെ ചേരുകയുണ്ടായി. ഈ യോഗത്തിൽ 107/13/2026 ഫയൽ നമ്പറുള്ള അജണ്ട ചർച്ച ചെയ്യുകയുണ്ടായി. പ്രസ്തുത അജണ്ടയിൽ നിർദ്ദേശിച്ചിട്ടുള്ള പദ്ധതികൾക്ക് ആവശ്യമായ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണെന്ന് വ്യക്തമാക്കുകയോ അജണ്ട കുറിപ്പിൽ ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, പദ്ധതി ഭേദഗതി ചെയ്യുമ്പോൾ സ്രോതസ് വെളിപ്പെടുത്തണമെന്ന സർക്കാർ ഉത്തരവുകളും മുനിസിപ്പൽ ചട്ടങ്ങളും പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ ഈ ഭരണസമിതിയും സെക്രട്ടറിയും ചേർന്ന് ഈ കൗൺസിൽ യോഗം നാടകീയമായി വിളിച്ചു ചേർത്തത്. അപ്പോൾ ഇതിൽ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങളൊന്ന് നിങ്ങളെ സമീപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം ഒറ്റപ്പാലം നഗരസഭ ഭരണസമിതി അതിലെ മുഴുവൻ അംഗങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ആ 5 വർഷം പൂർത്തിയാക്കിയിരുന്നതെങ്കിൽ ഈ 5 വർഷം എന്തായാലും അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൂടെയോ ഈ ഭരണസമിതിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അജണ്ട കുറിപ്പിൽ പോലും സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് പരാമർശമില്ലാത്തത് ഭരണസമിതിയുടെ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടുന്നത്. നിയമവിരുദ്ധമായി പദ്ധതികൾ അംഗീകരിപ്പിക്കുന്നത് നഗരസഭയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നും ഇതിനെതിരെ കൗൺസിലിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയതായും UDF നേതൃത്വം അറിയിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ UDF കൗൺസിലർമാരായ NK ജയരാജൻ, PMA ജലീൽ, മുഹമ്മദ് അലി നാലകത്ത്, ഉമ്മർ ഫാറൂഖ് തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത 4 അജണ്ടകളിലും ഇടതാംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയെന്ന ഭരണപക്ഷത്തിന്റെ ആരോപണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് LDF അംഗങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി വൈസ് പ്രസിഡന്റ് ഗുണ്ടായിസം കാണിക്കുകയാണെന്നും അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷൻ വാർഷിക പദ്ധതി തയ്യാറാക്കൽ, അമ്പങ്ങുന്ന നേർച്ചയോടനുബന്ധിച്ച അമ്യൂസ്മെന്റ് പാർക്ക് സർക്കസ് നടത്താൻ ലൈസൻസ് അനുവദിക്കൽ, ഓഫീസ് അറ്റൻഡ് തസ്തികയിലെ ഒഴിവ് നികത്തൽ എന്നിങ്ങനെ 4 അജണ്ടകളാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലുണ്ടായിരുന്നത്. ഇതിൽ 4ാമത്തെ അജണ്ടയായ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ആളെ നിയമിക്കുന്നതിലാണ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത്. മറ്റ് 3 അജണ്ടകളിലും ഇടതുപക്ഷത്തിന് ഒരു ആക്ഷേപവുമില്ല. ആളെ നിയമിക്കുന്ന അജണ്ടയിൽ ഭരണകക്ഷിയായ മുസ്ലിം ലീഗും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒഴിവ് നികത്തുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാകണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെട്ടത്. വസ്തുത ഇതായിരിക്കെ തങ്ങൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയെയും അമ്പങ്ങുന്ന നേർച്ചയ്ക്ക് അമ്യൂസ്മെന്റ് പാർക്കിന് ലൈസൻസ് നൽകുന്നതിനെയും എതിർത്തെന്ന തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ് വൈസ് പ്രസിഡന്റ് അരുൺ ഓലിക്കൽ. എന്തു ചോദിച്ചാലും ഒരു മറുപടിയും പറയാത്ത പ്രസിഡന്റാണ് കാഞ്ഞിരപ്പുഴയിലുള്ളത്. കാര്യങ്ങളെല്ലാം വൈസ് പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്. ഭരണപക്ഷത്തുള്ളവരുൾപ്പെട്ട ഭൂരിപക്ഷം എതിർത്തിട്ടും നിയമനമായി മുന്നോട്ടു പോകുന്നത് ഗുണ്ടായിസമാണ്. ഇത് അനുവദിക്കാനാകില്ലെന്നും ഇടതുപക്ഷാംഗങ്ങൾ പറഞ്ഞു. അതിന് പേര് പറഞ്ഞിട്ട് ആ ഭരണസമിതി പോലും അംഗീകരിക്കാത്ത, ഭരണസമിതി മുസ്ലിം ലീഗിന്റെ ഒരു കൂട്ടുകക്ഷിയാണല്ലോ, ആ മുസ്ലിം ലീഗ് പോലും അതിന് എതിരാണ്. അത് അവിടെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാല് അതിന്റെ ഔചിത്യം എന്താ? എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റും? അത് 21 അംഗത്തില് 11 ആളും അതിനെ എതിർക്കുമ്പോൾ അത് നടപ്പിലാക്കണമെന്ന വാശി അത് ഏത് ഭരണസമിതി അംഗീകരിക്കാം? പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ എതിർക്കാൻ, ഭരണപക്ഷത്തുള്ള ആളുകൾ പോലും എതിർക്കുമ്പോൾ അതിന് ഏകപക്ഷീയമായി അതേ ഞങ്ങൾ നടപ്പിലാക്കൂ എന്നുള്ളൊരു തീരുമാനം, അതൊന്നും ഒരു നിയമപരമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പഠിക്കാതെയാണോ അരുണ് ബോർഡ് അംഗീകാരമില്ലാതെ, ഒരു ബോർഡിന്റെ അംഗീകാരമില്ലാതെ അത് നടപ്പിലാക്കുക എന്നുള്ളത് ഗുണ്ടായിസല്ലേ? അല്ല, ഗുണ്ടായിസം നോക്കി നിൽക്കേണ്ട കാര്യം ഞങ്ങൾക്കുണ്ടോ? ആ ഗുണ്ടായിസം പഠിക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് രാഷ്ട്രീയം പഠിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ അരുണ് വന്നിട്ടുണ്ടാകുക. ഞങ്ങൾ വന്നത് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധങ്ങൾ നേരിട്ടിട്ടും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും വന്ന ആളുകളാണ്. വൈസ് പ്രസിഡന്റ് തങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നതിന് പകരം സ്വയം പഠിക്കുകയും ഒപ്പമുള്ളവരെ പഠിപ്പിക്കുകയുമാണ് വേണ്ടത്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട തങ്ങൾ ഗുണ്ടായിസത്തിനെതിരെ ജനാധിപത്യ രീതിയിൽ ശക്തമായി പ്രതിഷേധിക്കും. 3 മിനിറ്റ്സിന്റെ ബോർഡിന്റെ ഇതുവരെയും
ബോർഡ് ക്ലോസ് ചെയ്തിട്ടില്ല. ഇന്നലെ സെക്രട്ടറിയോട് ഞാനും ജോബി മെമ്പറും പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ഉടനെ അത് ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ പഞ്ചായത്തിൻ്റെ പിടിപ്പുകാരല്ലേ? കാരണം നിയന്ത്രിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പാഠം പഠിപ്പിക്കേണ്ടതും രാഷ്ട്രീയം പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടതും ആരെയാണെന്നുള്ളത് വൈസ് പ്രസിഡന്റ് ആദ്യം മനസ്സിലാക്കണം. ഞങ്ങൾ LDFന്റെ അനുഭാവികളായിട്ടുള്ള മെമ്പർമാരെ അല്ല, അല്ലെങ്കിൽ LDFന്റെ കൂടെ നിൽക്കുന്ന മെമ്പർമാരെ അല്ല ഇത് പഠിപ്പിക്കേണ്ടത്. ആദ്യം വൈസ് പ്രസിഡന്റ് പഠിക്കണം. പഞ്ചായത്ത് രാജ് ആക്ട് പഠിക്കണമെങ്കിൽ അത് പഠിക്കണം. അതല്ല വേറെ ഏതെങ്കിലും ക്ലാസ്സാണ് പഠിക്കേണ്ടതെങ്കിൽ അതാണ് വൈസ് പ്രസിഡന്റ് പഠിക്കേണ്ടത്. ഞങ്ങൾ ആരെയും അധിക്ഷേപിക്കാനോ ക്രൂശിക്കാനോ വന്നവരോ അതൊന്നുമല്ല. ജനങ്ങൾക്ക് വേണ്ട അവകാശം ജനങ്ങൾക്ക് വേണ്ട സമയങ്ങളിൽ കിട്ടണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് പഞ്ചായത്തിലേക്ക് ജനങ്ങൾ ഞങ്ങൾ വിശ്വസിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പഞ്ചായത്ത് അംഗങ്ങളായ ടി റഫീഖ്, കെ മുഹമ്മദ് ഫറൂഖ്, ടി സ്മിത, ജോബി ജോസഫ്, സി മുഹമ്മദ് സ്വാലിഹ്, പി ഉഷാദേവി, ജിപ്സി മാത്യു, VK റഷീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്ങാടിപ്പുറത്ത് സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ച യുവാവിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂർക്കാട് വലമ്പൂർ സ്വദേശി പുലാക്കൽ മുഹമ്മദ് നിഷാദാണ് അറസ്റ്റിലായത്. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൽ കാറിന് സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞാണ് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ചത്. കോട്ടയ്ക്കൽ റൂട്ടിലോടുന്ന സൂപ്പർ കിങ് ബസ്സിലെ ഡ്രൈവർ ഹാരിസിനെയാണ് മർദ്ദിച്ചിരുന്നത്. ഡ്രൈവറെ മർദ്ദിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ബസ് പുറകിലേക്ക് നീങ്ങി 2 കാറുകളെയും ഇടിച്ചു. മറ്റ് യാത്രക്കാരുടെ ജീവന് അപകടമുണ്ടാവും വിധമായിരുന്നു ഇത്. സംഭവവുമായി ബന്ധപ്പെട്ട ബസ് ഉടമകളും തൊഴിലാളികളും പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരൂർക്കാട് വലമ്പൂർ സ്വദേശി പുലാക്കൽ മുഹമ്മദ് നിഷാദിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് നിഷാദിനെ പിടികൂടിയത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കടമ്പഴിപ്പുറം സർവീസ് ബാങ്ക് സ്വർണ്ണ തട്ടിപ്പ്. സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി BJP. സെക്രട്ടറിയുടെ നിയമനം അന്വേഷിക്കണം. സ്വർണ്ണ തട്ടിപ്പിൽ സഹകരണ വകുപ്പിന്റെ അന്വേഷണം വേണമെന്നും BJP മണ്ഡലം ജനറൽ സെക്രട്ടറിയും പഞ്ചായത്ത് മെമ്പറുമായ N സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിലെ സ്വർണ്ണപ്പണയം അപഹരിച്ച കേസിലെ 1ാം പ്രതിയുടെ അറസ്റ്റിന് പിന്നാലെ ബാങ്ക് സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി BJP രംഗത്ത്. ബാങ്ക് സെക്രട്ടറിയുടെ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നും നിയമനത്തിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും BJP മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ. ബാങ്ക് സെക്രട്ടറിയുടെ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നും നിയമനത്തിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും BJP മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ. ബാങ്ക് സെക്രട്ടറി ജോലിയിൽ പ്രവേശിക്കാൻ സമർപ്പിച്ച രേഖകളെല്ലാം വ്യാജമാണെന്ന് സച്ചിദാനന്ദൻ ആരോപിച്ചു. ഇക്കാര്യം BJP നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണെന്നും ഇതിൽ അടിയന്തരമായി സഹകരണ വകുപ്പിന്റെ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെക്രട്ടറി നിലവിലെ സ്ഥാനത്ത് തുടരുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ ഇടയാക്കും. അതിനാൽ അന്വേഷണം നിഷ്പക്ഷമാക്കാൻ സെക്രട്ടറിയെ തലസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തണമെന്നും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും BJP ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണപുരം പോലീസ് ഈ വിഷയത്തിൽ ഒരു അനാസ്ഥ കാണിക്കുന്നുണ്ട്. കാരണം യഥാർത്ഥമായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ആദ്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിശ്ചയിക്കുകയും എന്നാൽ അദ്ദേഹം 2 തവണ ബാങ്കിൽ വന്ന് കൃത്യമായിട്ടുള്ള രേഖകൾ ചോദിച്ച സമയത്ത് ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രതി പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവിടുത്തെ സെക്രട്ടറിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള അന്വേഷണ സംവിധാനങ്ങൾ ചെയ്യണം. ഈ സെക്രട്ടറിക്കെതിരെ വീണ്ടും വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൽ അടക്കം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു പുറത്തു പോയിട്ടുള്ള ഇപ്പോൾ നീണ്ട ലീവിലെടുത്തിട്ടുള്ള തിരിമറി കേസിലെ പ്രതിയായിട്ടുള്ള ആള് കഴിഞ്ഞ ദിവസം 25 ലക്ഷം രൂപയുടെ സ്വർണം ഒരു ബാങ്കിൽ നിന്നും എടുത്തിട്ടുണ്ട്. ആ സ്വർണം ആരുടേതാണെന്ന് കൃത്യമായിട്ടുള്ള രീതിയിൽ അറിയണം. അതുപോലെ തന്നെ ഈ പറയുന്ന സെക്രട്ടറി എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസം ഈ സ്വർണം കൈവശം വെച്ചിട്ടുള്ളത്? കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുറത്തു നിന്ന് കിട്ടിയ സ്വർണം അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ആരെങ്കിലും മിസ്സായിട്ടുള്ള സ്വർണമാണെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ അത് പോലീസിനെ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് ഇതിൽ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടക്കണം. പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ ജാഗ്രത കാണിക്കണം. കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കണം. ഒരു ഭരണകക്ഷിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഈ സൊസൈറ്റികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ ജീവനക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ഇടപെടലുകളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യമായി അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിക്കൊണ്ട് വേറൊരാൾക്ക് ചാർജ് കൊടുത്തിട്ടുള്ളത്. പഴയ സ്വർണം തിരിച്ചെടുക്കാനെത്തിയ ശങ്കരനാരായണൻ എന്ന വ്യക്തിയുടെ സ്വർണം കാണാതായ സംഭവത്തിൽ ബാങ്ക് അധികൃതർ ആദ്യം കൈമലർത്തി. പിന്നീട് ജനപ്രതിനിധികൾ ഇടപെട്ട് പുതിയ സ്വർണം വാങ്ങി നൽകി. എന്നാൽ ഇതിനു പിന്നാലെ ബാങ്കിന് പുറത്തെ വേസ്റ്റ് ബിന്നിൽ നിന്നും 3 പവൻ സ്വർണം കണ്ടെടുത്തു.
ഇത് തന്റേതല്ലെന്ന് ഉടമ വ്യക്തമാക്കിയിട്ടും വിവരം പോലീസിനെ അറിയിക്കാതെ സെക്രട്ടറി മാസങ്ങളോളം സ്വർണം കൈവശം വെച്ചത് വലിയ ദുരൂഹതയുണർത്തുന്നു. കേസിലെ പ്രതിയായ ജീവനക്കാരനെതിരെ കേവലം വിശ്വാസവഞ്ചന കുറ്റം മാത്രം ചുമത്തി കേസ് ഒതുക്കി തീർക്കാൻ സെക്രട്ടറി ശ്രമിച്ചു. പോലീസിന്റെ നിലവിലെ അന്വേഷണത്തിൽ അപാകതകളുണ്ടെന്നും സെക്രട്ടറിയെ ചോദ്യം ചെയ്യാത്തത് പ്രതികളെ സംരക്ഷിക്കാനാണെന്നും പ്രതിയുടെ വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വന്നതോടെ ബാങ്ക് ഭരണസമിതിക്കും സെക്രട്ടറിക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കുമെന്നും നിക്ഷേപകരുടെ ആശങ്ക പരിഹരിക്കാൻ ഉന്നതതല അന്വേഷണം വേണമെന്നും BJP നേതൃത്വം അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ കവിതയുടെ കാർണിവലിൻ്റെ 9ാം പതിപ്പിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് പട്ടാമ്പിയുടെ സാംസ്കാരികോത്സവം കോളേജിൽ ഒരുക്കിയിരിക്കുന്നത്. മീനാക്ഷി ബോധോദി കൊറഗ ഭാഷയിലുള്ള തൻ്റെ കവിത അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കവിതയുടെ കാർണിവലിന് തുടക്കം കുറിച്ചത്. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കവിതയുടെ കാർണിവലിന്റെ 9ാം പതിപ്പിനാണ് തുടക്കമായിരിക്കുന്നത്. കവിതയുടെ ഭൂപടങ്ങൾ എന്ന പ്രമേയത്തെ മുൻനിർത്തിയുള്ളതാണ് ഇത്തവണത്തെ കാർണിവൽ. 6 വേദികളിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 200ഓളം എഴുത്തുകാരും കലാകാരന്മാരുമാണ് പങ്കെടുക്കുന്നത്. കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിനിധികളായി കാർണിവലിന്റെ ഭാഗമാവുന്നുണ്ട്. കേരളത്തിലെ ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഏറ്റവും വലിയ സാഹിത്യോത്സവം കൂടിയാണിത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബൃഹത്തായ കാവ്യോത്സവമാണ് പട്ടാമ്പിയിൽ ഒരുക്കിയിരിക്കുന്നത്. കേരള കർണാടക അതിർത്തി പ്രദേശത്തെ ആദിവാസി വിഭാഗമായ കൊറഗ സമൂഹത്തിൽ നിന്നുള്ള പെൺകവി മീനാക്ഷി ബോധോദി കൊറഗ ഭാഷയിലുള്ള തന്റെ കവിത വായിച്ചുകൊണ്ടാണ് കവിതയുടെ കാർണിവൽ 9ാം പതിപ്പ് ഉദ്ഘാടനം നടന്നത്. ಒಟ್ಟು ರನ್ನಕಲು ಎರನಾರು ಬಾನದ ಮಿತ್ತು ಬುತ್ತಲ್ಲ ರನ್ನೆ ಕೂಡುದಲ್ವ ಪಿಜ ತಿನಕಲ పూలు అర్థ మాన జనకులేది కన్నీరు వచ్చిన కైకులేది పొర్లుడు పాతెర్రే ఏల్యనది మాతన మిసంద బతుకు ఎన్నుండు జీవ ఎరలపాడు పూలు కంకని బూరుగు కన్ను తోజిన కత్తలే అవులు పసరుగా గానదబ్బాకిలు పూలు మర్కుగా జ్ఞానదాన పొదిపు అవులు అర్లగు విజ్ఞానద బొల్పు కొనియకల లాగిర్న గొబ్బు పూలు రెండ ఆ నోట మాతన గిలిపాట నడకె నడావలి కల్పిన ధర్మద బరవు పూలు మాತೆಕನ ಸಿಗುಸೆ ಪನವು అవులు రన్నెరు బేలెక్ల కల్పినకులు పూలు రన్నెరు పాకజన పనవు తినకులు. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MR രശ്മി അധ്യക്ഷയായി. കവി കുരീപ്പുഴ ശ്രീകുമാറിന് ചടങ്ങിൽ ആദരം നൽകി. മുഹമ്മദ് മുഹസിൻ MLA ആദരം നിർവഹിച്ചു. അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള കവിതയാണെങ്കിലും സാഹിത്യമാണെങ്കിലും അതിലൊന്നും ചിലപ്പോൾ ശ്രദ്ധ ചെലുത്താത്ത ആളുകളെ കൊണ്ടുവരുന്ന അവരെ കൂടി പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കവിതയുടെ കാർണിവൽ. അതിൻ്റെ 9ാം പതിപ്പിലേക്ക് കിടക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. ഇപ്പൊ നേരത്തെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ ഇവിടെ ഫണ്ട് ആദ്യത്തെ 2, 3, 4 പതിപ്പുകൾക്കൊന്നും ഫണ്ട് ഉണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് സന്തോഷ് മാഷ് അടക്കമുള്ള എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ഇത് നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ അംഗീകരിച്ച് കഴിഞ്ഞ 3 കവിതയുടെ കാർണിവലുകൾക്കും ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. മണിപ്പൂരി കവി റോബിൻ ഗാംഗോം മുഖ്യാതിഥിയായി. ആറ്റൂർ വെബ് പോർട്ടൽ സ്വിച്ച് ഓൺ കവി സച്ചിദാനന്ദൻ നിർവഹിച്ചു. ഡോക്ടർ MR അനിൽകുമാർ, ഡോക്ടർ HK സന്തോഷ്, നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി, വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ, C അലിക്കുട്ടി, ഡോക്ടർ PP പ്രകാശൻ, VT ശോഭന, അൻവർ അലി തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പിയിൽ ചിത്ര കലാകാരന്മാരുടെ ഏറെക്കാലത്തെ ആവശ്യമായ ആർട്ട് ഗാലറി സ്ഥാപിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഇതിനായി സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചതായും MLA പറഞ്ഞു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതാ കാർണിവൽ നഗരയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MLA. പട്ടാമ്പിയിലെ ചിത്രകാരന്മാരുടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി പട്ടാമ്പിയിലുണ്ട്. വളരെ മികച്ച ആർട്ടിസ്റ്റുകളാണ് അവരെല്ലാവരും.
മാത്രമല്ല ഇപ്പൊ സ്വന്തം നിലക്കാണ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവർ ഇപ്പൊ നമുക്കറിയാം പ്രദർശനം നടത്തുന്നത്. അപ്പൊ നേരത്തെ പട്ടാമ്പി മണ്ഡലത്തിൽ നമുക്കറിയാം സ്കൂളുകളാണെങ്കിലും അതുപോലെ കുടിവെള്ള പദ്ധതികളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും പ്രാഥമികമായ കാര്യങ്ങൾക്ക് വളരെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ പദ്ധതികളൊക്കെ ഒരു പരിധി വരെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം, ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആർട്ട് ഗാലറി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അത് വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും അതിനുള്ള ഒരു സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. പട്ടാമ്പിയിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഗാലറി നമ്മൾ എന്തായാലും യാഥാർത്ഥ്യമാക്കും. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ച എല്ലാവർക്കും എത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ നമ്മളിപ്പോ സെൻട്രൽ ഓർച്ചാർഡിൽ ഒരു പാർക്ക് ഇപ്പൊ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്ഥലം തരുമോ എന്നുള്ള ഒരു പെർമിഷൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പട്ടാമ്പി കോളേജിൽ അതിന് സാധ്യത ഉണ്ടെങ്കിൽ ഇവിടെ സ്ഥലം ലഭ്യമാകുകയാണെങ്കിലും ചെയ്യും. ഇതല്ലെങ്കിൽ മറ്റൊരു സ്ഥലം നമ്മൾ കണ്ടെത്തിക്കൊണ്ട് എന്തായിരുന്നാലും ഒരു പെർമനന്റ് ആയിട്ടുള്ള ആർട്ട് ഗാലറി പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാക്കും. അതിനുള്ള ശ്രമങ്ങളും സ്ഥലമേറ്റെടുപ്പിന്റെ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ അറിയും. ഭീമനാട് 55 മൈൽ റോഡിൽ ചേപ്പിലായി ഭാഗത്ത് റോഡ് വിണ്ട് താഴ്ന്നു. റോഡ് നിർമ്മിക്കാനായി പാടത്തു നിന്നും കെട്ടി ഉയർത്തിയ ഭിത്തിയുടെ ഒരു വശത്തെ കൽക്കെട്ട് കഴിഞ്ഞ മഴയിൽ തകർന്നിരുന്നു. കൽക്കെട്ടിന്റെ തകർച്ചയിൽ റോഡിനുണ്ടായ ബലഹീനതയാകാം റോഡ് വിണ്ട് താഴാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അധികൃതർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഭീമനാട് നിന്നും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഭീമനാട് 55 മൈൽ റോഡാണ് തകർച്ച ഭീഷണി നേരിടുന്നത്. ചേപ്പിലായി ഭാഗത്ത് റോഡ് നിർമ്മിക്കാനായി പാടത്തു നിന്നും ഉയർത്തിക്കെട്ടിയ ഭിത്തിയുടെ ഒരു വശത്തെ കൽക്കെട്ട് തകർന്നു വീണതാണ് റോഡിന് ഭീഷണിയാകുന്നത്. ഭിത്തി തകർന്നതോടെ 20 മീറ്ററോളം ഭാഗം റോഡിലും വിള്ളൽ രൂപപ്പെട്ടു. ഭിത്തി തകർന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പൊതുമരാമത്ത് വകുപ്പിനെ വിവരമറിയിച്ചു. അധികൃതരെത്തി വാഹനങ്ങൾക്ക് മുന്നറിയിപ്പായി കയർ കെട്ടി ഈ ഭാഗം സംരക്ഷിച്ചു. റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള കെട്ടാണ് തകർന്നത്. 2021 റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിച്ച റോഡാണിത്. കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാനപാത, കോട്ടോപ്പാടം, അലനല്ലൂർ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനപാതയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമാർഗമായ ഈ റോഡിലൂടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. ശുദ്ധജലക്ഷാമം നേരിടുന്ന അലനല്ലൂർ കണ്ണംകുണ്ട് നിവാസികൾക്ക് ആശ്വാസമായി വെള്ളിയാർപ്പുഴയിൽ കണ്ണംകുണ്ട് ഭാഗത്ത് താൽക്കാലിക തടയണ നിർമ്മിച്ചു. വാർഡംഗം അൻഷാദ് കൊടുവള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം നടന്നത്. പുഴയ്ക്ക് മുകളിലേക്കുള്ള കിലോമീറ്ററുകളോളം ഭാഗത്ത് ഇതോടെ വെള്ളം ഉയർന്നു. കടുത്ത വേനൽ വരുന്നതോടെ പ്രദേശത്തെ കിണറുകളും മറ്റും വറ്റുന്നത് പതിവായതിനാൽ താൽക്കാലിക തടയണ ഒരുക്കിയാണ് ഇതിനെ പ്രതിരോധിക്കാറുള്ളത്. കോസ്വേയുടെ താഴ്ഭാഗത്തായി 10 അടി ഉയരവും 60 മീറ്ററോളം നീളത്തിലുമാണ് തടയണ ഒരുക്കിയിട്ടുള്ളത്. ഇതോടെ വേനലിലെ ജലക്ഷാമത്തിന് ഏറെക്കുറെ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പുഴയ്ക്ക് മുകളിലേക്ക് കിലോമീറ്ററുകളോളം ഭാഗത്ത് നിലവിൽ വെള്ളം ഉയർന്നു. പുഴയെ ആശ്രയിച്ച് കൃഷി ചെയ്തവർക്കും തടയണ ഏറെ അനുഗ്രഹമായി. എല്ലാ വർഷവും കണ്ണംകുണ്ടിൽ താൽക്കാലിക തടയണ നിർമ്മിക്കാറുണ്ട്. അരയ്ക്കു താഴെ ചലനശേഷി നഷ്ടപ്പെട്ടവർക്കായി പെരിന്തൽമണ്ണ നഗരസഭ സംഘടിപ്പിച്ച 10 ദിവസത്തെ സ്വാന്തനം ദശദിന ക്യാമ്പിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർക്കും അരയ്ക്കു താഴെ തളർന്നവർക്കും പെരിന്തൽമണ്ണ നഗരസഭ പ്രത്യേകമായി നടത്തുന്ന പദ്ധതിയാണ് 10 ദിവസത്തെ സാന്ത്വനം സഹവാസ ക്യാമ്പ്. ഈ വർഷത്തെ സാന്ത്വനം സഹവാസ ക്യാമ്പിന് ഫെബ്രുവരി 5 വ്യാഴാഴ്ച തുടക്കമായി. കാഞ്ഞിരക്കുന്ന് സൈമൺ ബ്രിട്ടോ നഗറിലാണ് ക്യാമ്പ് നടക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ നാലകത്ത് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷരായ പച്ചേരി ഹുസൈന, ദിനേശ് കണക്കഞ്ചേരി, അമ്പിളി മനോജ്, ഖദീജ തോട്ടശ്ശേരി, കൗൺസിലർ ജിഷ്ണു നാരായണൻ, സാന്ത്വനം കോർഡിനേറ്റർ സലീം കീഴിശ്ശേരി, വീൽചെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബദറുസമാൻ, ഡോക്ടർ VU സീതി, നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ, നാരായണൻ, അറഞ്ചിക്കൽ ആനന്ദൻ, TK രാജേന്ദ്രൻ, നസീമ പച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. കേരള വീൽചെയർ അസോസിയേഷന്റെ ശിങ്കാരിമേളവും മലബാർ ഫിനാലെയുടെ ഗാനമേളയും നടന്നു. ഫെബ്രുവരി 14 വരെയാണ് സാന്ത്വനം സഹവാസ ക്യാമ്പ് നടക്കുന്നത്. സംസ്ഥാനതല ഇൻക്ലൂസീവ് സ്പോർട്സ് മത്സരങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെ ഒറ്റപ്പാലം ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു.
ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കായികമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കലാപരവും കായികപരവുമായിട്ടുള്ള കഴിവിനെ എങ്ങനെയാണ് നമുക്ക് അവസരമൊരുക്കി മുന്നോട്ട് പോകാൻ കഴിയുക എന്ന ആലോചനയുടെ തുടർച്ചയിലാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മേളകളും കായിക ഉത്സവങ്ങളും എല്ലാം നടക്കുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള തന്റെ സ്നേഹസമ്മാനമായി ഒരു ക്രിക്കറ്റ് കിറ്റും അദ്ദേഹം ചടങ്ങിൽ കൈമാറി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ തലത്തിൽ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും എ ലെറ്റർ ടു BRC പരിപാടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു. കായിക താരങ്ങൾക്കുള്ള സ്പോർട്സ് കിറ്റുകളുടെ വിതരണവും ഇതോടൊപ്പം നിർവഹിച്ചു. ഒറ്റപ്പാലം BPC വെങ്കിടേശ്വരൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബബിത, മറ്റ് ജനപ്രതിനിധികളും അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി തൂത തെക്കുമുറി ALP സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വിവിധ പരീക്ഷകളിലും കലാകായിക മേളകളിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ അനുമോദിച്ചു. വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് തൂത തെക്കുമുറി ALP സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നേടിയിട്ടുള്ള USS കുട്ടികൾ നമ്മളെ കഴിഞ്ഞ വർഷം അതിന്റെ മുൻപത്തെ വർഷങ്ങളിൽ LSS നേടിയ കുട്ടികൾ അല്ലാതെ തന്നെ വേറെ കുട്ടികൾ കൂടി നേടിയിട്ടുണ്ട്. അത് അതിലേറെ അഭിമാനകരമായ കാര്യമാണ്. നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നമ്മളെ കൂടി കുട്ടികൾ തന്നെയാണ്. എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ കുട്ടികൾ തന്നെയാണെന്നുള്ള നിലക്കാണ് ഇവർ കാണുന്നത് എന്ന് ഈ ഒരു അനുമോദന ചടങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ എനിക്ക് ഇനി വരാൻ പോകുന്ന LSS കുട്ടികളോടും പേരൻസിനോടും പറയാനുള്ളത്, നമുക്കറിയാം പാറ്റേൺ ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. അത് കണക്കിലെടുത്തായിരിക്കണം നിങ്ങളുടെ ഓരോ പഠനവും കവർ ചെയ്യേണ്ടതും. അതുപോലെ തന്നെ കൊണ്ടുപോകേണ്ട കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട മോട്ടിവേഷൻ നൽകേണ്ടതും. ഈ ഒരു അനുമോദന ചടങ്ങിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അത് ഔദ്യോഗികമായി നിർവഹിച്ചതായി അറിയിക്കുന്നു. LSS, USS വിവിധ മേളകളിൽ ഉന്നത വിജയം നേടിയ നമ്മുടെ കുട്ടികൾ, SSLC, +2 കരസ്ഥമാക്കിയ, എല്ലാ ഫുൾ A+ കരസ്ഥമാക്കിയ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അതിന് പ്രാപ്തരാക്കിയ നമ്മുടെ ടീച്ചേഴ്സ്, ഇതിൻ്റെ സംഘാടന പ്രവർത്തകർ, നമുക്ക് ഇത്രയേറെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന നമ്മുടെ മാനേജ്മെന്റ് പ്രതിനിധികൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നമ്മുടെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ കാലത്തിനൊത്ത് പുതിയ വെല്ലുവിളികളോട് നേരിടാൻ നമ്മുടെ മക്കളെ പര്യാപ്തമാക്കുന്നതിനുള്ള പ്രയാണമാണ്. ആ പ്രയാണത്തിൽ അവരെ കൈപിടിച്ചുയർത്തുന്നത് രക്ഷിതാക്കളും അധ്യാപകരുമാണ്. അഭിമാനപൂർവ്വമാണ് പ്രിയപ്പെട്ട ചെയർപേഴ്സന്റെ ഉദ്ഘാടന പ്രസംഗം ഇവിടെ കേട്ടിരുന്നത്. സാധാരണ വേദികളിൽ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്നതിനപ്പുറം ഈ സ്കൂൾ എങ്ങനെയാണ് എൻ്റെ മക്കളെ ഒരു വിജയത്തിലേക്ക്, ഒരു മികവിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് എന്ന് ഹൃദയത്തിൽ നിന്നും പറയുകയായിരുന്നു പ്രിയപ്പെട്ട ചെയർപേഴ്സൺ. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാവും. അതിൻ്റെ മുന്നണി പോരാളികളായി മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ നൊന്തുപറ്റ നിങ്ങളുടെ മക്കളാണെങ്കിൽ അവരെ പ്രസവിക്കാതെ അവരുടെ അമ്മകളായിട്ടുള്ള ഇവിടുത്തെ ടീച്ചേഴ്സും അവരുടെ അച്ഛന്മാരായിട്ടുള്ള ഇവിടുത്തെ അധ്യാപകരും അടങ്ങുന്ന വൃന്ദമാണ്. കൃത്യമായി അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും അവരോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ വിദ്യാലയം. ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ LP ജനറൽ വിഭാഗത്തിൽ ഓവറോൾ സെക്കൻഡ് നേടി വിദ്യാലയത്തിന്റെ അഭിമാനമായി മാറിയ കുട്ടികളെയും, തുടർച്ചയായി 4ാം വർഷവും അറബിക് കലാമേളയിൽ 1ാം സ്ഥാനം നേടുന്നതിൽ പങ്കാളികളായ വിദ്യാർത്ഥികൾ, LSS പരീക്ഷയിൽ റെക്കോർഡ് വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ, സബ് ജില്ലാ ശാസ്ത്രമേളയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ, USS, SSLC, +2 പരീക്ഷ എന്നിവയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു.
വാർഡ് കൗൺസിലർ പ്രജിത് CM പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ KM മുജീബുദ്ദീൻ ഉപഹാര സമർപ്പണം നടത്തി. ഹെഡ്മാസ്റ്റർ P അച്യുതാനന്ദൻ, PTA പ്രസിഡന്റ് മുഹസീന K, അധ്യാപിക LC ജ്യോതി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. വാടാനാംകുറിശി ALP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂളിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി ഒരുക്കിയത്. വാടാനാംകുറിശി പൊയിലൂർ ALP സ്കൂളിന്റെ 78ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത്. രാവിലെ മാനേജർ O ഗോവിന്ദൻകുട്ടി പതാക ഉയർത്തിയതോടെ പരിപാടികൾ തുടങ്ങി. മുൻ അധ്യാപകരായ വിജയ ടീച്ചർ, സരോജന ടീച്ചർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ വിശിഷ്ടാതിഥിയായി. 1956, 1957, 1957, 1958, 1981, 82 ബാച്ചുകളിലെ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ ഒത്തുചേർന്നത്. പഴയകാല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നടന്ന സംഗമം പലർക്കും ഹൃദയംഗമമായി. ഇവർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളായ സുകുമാരൻ മാസ്റ്റർ, മുരളി വാര്യർ, CP രാമൻ, മുൻ അധ്യാപകരായ വിജയം, ഉഷ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് C ജയശ്രീ, PTA പ്രസിഡന്റ് KT ബഷീർ, ഗോപി മാസ്റ്റർ, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മുട്ടഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടക്കോഴി വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതി വാസൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുരക്ഷിത ഭക്ഷണം, സുഖകരമായ ആരോഗ്യം എന്ന ആശയവുമായി നടപ്പിലാക്കുന്ന മുട്ടഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുട്ടക്കോഴികളെ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതി വാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുണഭോക്തൃ വിഹിതം കൂടി ഉണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതുപോലുള്ള പദ്ധതികളുടെ വിജയിക്കണമെങ്കിൽ നിങ്ങളെ പോലെയുള്ള നല്ലവരായ ഗുണഭോക്താക്കളുടെ സഹകരണം ഉണ്ടാവണം. അത് എല്ലാ സമയത്തും നിങ്ങളുടെയൊക്കെ ഭാഗത്തും ഉണ്ടാവണം. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിനോടൊപ്പം ജില്ലാ പഞ്ചായത്തിനോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C സുജിത്, KK ലിനി, VC ഉണ്ണികൃഷ്ണൻ, MK ദ്വാരകാനാഥൻ, KV ഗോപാലൻകുട്ടി, AN ദൃശ്യ, P രജനി എന്നിവർ സംസാരിച്ചു. 45 മുതൽ 60 ദിവസം വരെ പ്രായമുള്ള 5 വീതം കോഴിക്കുഞ്ഞുങ്ങളെയാണ് പദ്ധതിയുടെ ഭാഗമായി 416 കുടുംബങ്ങൾക്കായി വിതരണം ചെയ്യുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ. അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും ആരോഗ്യ പരിചരണം ഇനി ചെർപ്പളശ്ശേരിയുടെ ഹൃദയഭാഗത്തും. 13ഓളം വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനവുമായി ഹെൽത്ത് പോയിന്റ് പോളിക്ലിനിക് പട്ടാമ്പി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പളശ്ശേരിയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോടെയാണ് ഹെൽത്ത് കെയർ പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത്. ചെറുപ്പളശ്ശേരി ടൗണിൽ പട്ടാമ്പി റോഡിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ ഒരുക്കിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം
പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഇരുപത്തിനാല് മണിക്കൂറും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് ഹെൽത്ത് കെയർ പോളിക്ലിനിക് ചെറുപ്പുളശ്ശേരിയുടെ ആരോഗ്യത്തിന് ഉറപ്പു നൽകുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് ഹെൽത്ത് കെയർ പോളിക്ലിനിക് ചെറുപ്പുളശ്ശേരിയുടെ ആരോഗ്യത്തിന് ഉറപ്പു നൽകുന്നത്. പരിചയസമ്പന്നരായ സ്റ്റാഫുകളുടെ പരിചരണത്തോടൊപ്പം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ഹൈടെക് ലാബ്, ഡിജിറ്റൽ എക്സ്റേ, ECG, ഒബ്സർവേഷൻ, ENT, എൻഡോസ്കോപ്പി തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളാണ് ഹെൽത്ത് പോയിന്റ് പോളിക്ലിനിക്കിൽ ഒരുക്കിയിട്ടുള്ളത്. 24 മണിക്കൂറും ജനറൽ വിഭാഗം ഡോക്ടറുടെ സേവനത്തോടൊപ്പം തിരഞ്ഞെടുത്ത ദിവസങ്ങളിൽ പ്രമേഹ രോഗം, ENT, ശിശുരോഗ വിഭാഗം, ഗൈനക്കോളജി, അസ്ഥിരോഗ വിഭാഗം, ഗാസ്ട്രോ എൻറ്ററോളജി വിഭാഗം, നെഫ്രോളജി, കാർഡിയോളജി, പൾമനോളജി, ന്യൂറോളജി, ഡെർമറ്റോളജി തുടങ്ങിയ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. കൂടാതെ വീട്ടിൽ വന്ന് പരിശോധിക്കാനും രക്തസാമ്പിളുകൾ ശേഖരിക്കാനുള്ള സൗകര്യവും ഹെൽത്ത് പോയിന്റ് പോളിക്ലിനിക്കിൽ ലഭ്യമാണ്. വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA, നഗരസഭാ ചെയർപേഴ്സൺ ജംസിയ KT, വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സമീഷ്, ഹെൽത്ത് പോയിന്റ് പോളിക്ലിനിക് മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ, വ്യാപാരി പ്രതിനിധി KPM ഷംസുദ്ദീൻ, ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ തൂത തുടങ്ങിയവർ പങ്കെടുത്തു. ഷോർട്ട് ന്യൂസ്. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പൂഴിയപ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. വൈകിട്ട് 5 മണിയോടെ വേലകളെത്തി. തിറ, പൂതൻ, വേഷങ്ങൾ, ഇണക്കാളകൾ എന്നിവ ഉത്സവത്തിന് നിറച്ചാർത്തി. ദേവസ്വം വേല, വടക്കൻ വേല, പടിഞ്ഞാറൻ വേല, കിഴക്കൻ വേല, വടക്കൻ ബ്രദേഴ്സ് വേല, ചെറുങ്ങോട് വേല, ആനപ്രേമി സംഘം വേല എന്നീ വേലകളിൽ നിന്നായി 9 ആനകൾ അണിഞ്ഞു. പകൽ വേലയ്ക്ക് ശേഷം തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയുണ്ട്. കട്ടവിരിച്ച് താഴേക്കോട് ടൗൺ നവീകരിക്കുക, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക, തെരുവോര കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താഴേക്കോട് യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് പുത്തൂർ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കളപ്പാടൻ ഉസൈന് നിവേദനം നൽകി. യൂണിറ്റ് ട്രഷറർ AK ലത്തീഫ, വനിതാ വിംഗ് പ്രസിഡന്റ് സീനത്ത് പുത്തൂർ, പഞ്ചായത്ത് അംഗങ്ങളായ കല്ലടി യാസർ, അഷ്റഫ് നടകളത്തിൽ, മുഹമ്മദ് അലി ആറങ്ങോടൻ തുടങ്ങിയവർ പങ്കെടുത്തു. വരാനിരിക്കുന്ന നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ സെന്ററിന്റെ പ്രവർത്തനം മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പുതിയ വോട്ടർമാർക്ക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം പരിചയപ്പെടുത്തുക, വോട്ട് ചെയ്ത് പഠിക്കുന്നതിന് അവസരം ഒരുക്കുക എന്നതാണ് EVM ഡെമോൺസ്ട്രേഷൻ സെന്ററിന്റെ ലക്ഷ്യം. കളക്ടറേറ്റിൽ നടന്ന പരിപാടി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. കളക്ടറേറ്റിൽ ആക്സസ് കഫേ നടത്തുന്ന ഭിന്നശേഷിക്കാരനായ ഷംസുദ്ദീൻ ആദ്യ വോട്ട് രേഖപ്പെടുത്തി. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ CR ജയന്തി, ADM K ദേവകി, ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ, സീനിയർ സൂപ്രണ്ട് അൻസു ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് നഗരസഭയിലെ പദ്ധതി തിരിമറിയെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളവും രൂക്ഷമായ വാക്കേറ്റവും. മറ്റു വാർഡുകളിലെ ഫണ്ട് മുൻ ചെയർമാൻ സ്വന്തം വാർഡിലേക്ക് മാറ്റിയത് കൊള്ളയെന്ന് ഇടത് അംഗങ്ങളും BJPയും. പദ്ധതികൾ മാറ്റിയത് കൗൺസിൽ അംഗീകാരത്തോടെയെന്ന് മുൻ ചെയർമാൻ. തിരിമറി നടത്തിയ പദ്ധതികൾ പുനഃപരിശോധിക്കുമെന്ന് സെക്രട്ടറി. വിഷയമുന്നയിച്ച് CPM മാർച്ച്. ഒറ്റപ്പാലം നഗരസഭയിൽ സർക്കാർ ഉത്തരവുകളും മുനിസിപ്പൽ ചട്ടങ്ങളും ലംഘിച്ച് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതായി UDF കൗൺസിലർമാർ.
സാമ്പത്തിക സ്രോതസ് വ്യക്തമാക്കാതെയുള്ള പദ്ധതികൾ നഗരസഭയുടെ സാമ്പത്തിക നില തകർക്കുമെന്നും നേതാക്കൾ. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സ്വർണ്ണ തട്ടിപ്പ്. സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി BJP. സെക്രട്ടറിയുടെ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വ്യാജമെന്ന് ആരോപണം. സ്വർണ്ണ തട്ടിപ്പിൽ സഹകരണ വകുപ്പിന്റെ അന്വേഷണം വേണമെന്നും BJP നേതാക്കൾ. അങ്ങാടിപ്പുറത്ത് സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ച യുവാവ് അറസ്റ്റിൽ. വലമ്പൂർ സ്വദേശി പുലാക്കൽ മുഹമ്മദ് നിഷാദാണ് അറസ്റ്റിലായത്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് നിഷാദിനെ പോലീസ് പിടികൂടിയത്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി വൈസ് പ്രസിഡന്റ് ഗുണ്ടായിസം കളിക്കുകയാണെന്ന് ഇടത് അംഗങ്ങൾ. പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത 4 അജണ്ടകളിലും ഇടത് അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയെന്ന ഭരണപക്ഷാരോപണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്നും നേതാക്കൾ. പട്ടാമ്പിയിൽ കവിതോത്സവം. കവിതയുടെ കാർണിവൽ 9ാം പതിപ്പിന് ഗവൺമെന്റ് കോളേജിൽ തുടക്കമായി. പട്ടാമ്പിയിൽ ആർട്ട് ഗാലറി സ്ഥാപിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.